ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദിനിയെ കാണാൻ വേണ്ടി സൂര്യ എത്തുകയാണ്. യാതൊരു വിധത്തിലും നന്ദിനി കണ്ണ് തുറക്കില്ല. നന്ദിനിയുടെ അവസ്ഥ അത്രയും ഗുരുതരമായി വരികയാണ് കേട്ടോ. ഇവിടെ സുദേവൻ പറയുന്നുണ്ട്, എൻ്റെ മകളെ ഇനി ഈശ്വരൻ കൈവിട്ടു എന്നാണ് തോന്നുന്നത്, എൻ്റെ മകളെ ഇനി ഈശ്വരൻ തന്നെ തരണം എന്നൊക്കെ പറഞ്ഞ് സുദേവനും പൊട്ടിക്കരയാണ് കേട്ടോ. എന്നാൽ ഈ സമയം യതീന്ദ്രൻ്റെ നെഞ്ചു പൊട്ടാണ്. അങ്ങനെ യതീന്ദ്രൻ തൻ്റെ വീട്ടിൽ വരുന്ന ആ ഒരു സ്വാമിജിയില്ലേ, അതിനെ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ വിളിച്ചു വരുത്താണ്. സ്വാമിജിയാണെങ്കിലും നന്ദിനിയെ ഒത്തിരി തവണ വിളിച്ചു നോക്കും, പക്ഷെ നന്ദിനി വിളി കേൾക്കുന്നില്ല കേട്ടോ. അങ്ങനെ കുറച്ച് സീരിയസ് ആണല്ലോ, എന്തായാലും ഇവിടെ അരുതാത്തത് നടന്നിരിക്കുന്നു, അതുകൊണ്ട് തന്നെ ഇനി കുറച്ച് കടുത്ത പ്രയോഗങ്ങളായിരിക്കും ഇവിടെ ചെയ്യേണ്ടി വരിക എന്ന് സ്വാമിജി പറഞ്ഞ് പൂജാമുറിയിലോട്ട് പോവുക കേട്ടോ. പിന്നീട് ദൈവത്തിൻ്റെ മുന്നിൽ ആ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം സ്വാമിജി പറയണം, എൻ്റെ യതീന്ദ്രൻ സാറേ, ഞാനീ പറയുന്നത് കുറച്ച് കൂടുതലാണോ കുറവാണോ എന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ മുഖത്ത് നോക്കി ഇതൊന്നും പറയാൻ പാടില്ല എന്നും എനിക്കറിയാം, പക്ഷേ നിങ്ങളുടെ വീട്ടിൽ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം കുറച്ച് കൂടുതലാണ്. പാവപ്പെട്ടവരുടെ ആ ഒരു മൂല്യം മനസ്സിലാക്കാനുള്ളൊരു കഴിവില്ല, അതുകൊണ്ട് തന്നെ പാവപ്പെട്ട ആ രൂപത്തിലോട്ട് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കണം എന്ന് പറയാം കേട്ടോ. മനസ്സിലായില്ല, എനിക്ക് മനസ്സിലായില്ല എന്നിങ്ങനെ യതീന്ദ്രൻ പറയാണ്. പണത്തിൻ്റെ അഹങ്കാരക്കൊഴുപ്പ് കൊണ്ട് പലതും കാട്ടിക്കൂട്ടാം എന്ന് വിചാരിക്കുന്നത് കൊണ്ട് തന്നെ ദൈവം ഇരിക്കുകയാണല്ലോ ആ കുഞ്ഞിനെ. എന്താ ഇതിനുള്ളൊരു പ്രതിവിധി എന്നിങ്ങനെ യതീന്ദ്രൻ ചോദിക്കുമ്പോൾ, ഉണ്ട്, പ്രതിവിധിയുണ്ട്, അത് കുറച്ച് കടുപ്പം പിടിച്ച പ്രതിവിധിയാണ്. നിങ്ങളെപ്പോലെ പണമുള്ളവർക്ക് അത് ചെയ്യാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. അത് കേട്ട ഉടനെ തന്നെ യതീന്ദ്രൻ പറയണേ, എന്തും ചെയ്യാൻ തയ്യാറാണ്. എങ്കിൽ ഞാൻ പറയാം, നന്ദിനിയുടെ ഭർത്താവ് സൂര്യ ഭിക്ഷ യാചിക്കണം. അത് കേട്ട ഉടനെ തന്നെ യതീന്ദ്രൻ എന്ത് എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ സ്വാമിജി പറയണേ, ഞാൻ നിങ്ങളുടെ മുഖത്ത് നോക്കി ഇത് പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു മറുപടി തന്നെയായിരിക്കും നിങ്ങളിൽ നിന്ന് വരിക എന്ന് എനിക്കറിയാം. പക്ഷേ ആ കുട്ടിയുടെ ജീവൻ കാക്കണമെങ്കിൽ അവളുടെ ഭർത്താവ് ഭിക്ഷ യാചിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ജീവൻ കിട്ടും എന്ന് പറയാൻ കേട്ടോ. ഇത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് ഉടൻ തന്നെ യതീന്ദ്രൻ, ഈശ്വര, എന്തൊരു വിധിയാണിത്, എൻ്റെ മകൻ ഭിക്ഷ യാചിക്കണമെന്നോ? അതെ, അമ്പലനടയിലിരുന്ന് ഭിക്ഷ യാചിച്ച് ആ ഭിക്ഷാപ്പണം കൊണ്ട് 13 പേർക്ക് ഭക്ഷണം കൊടുക്കണം. അങ്ങനെ ചെയ്താൽ മാത്രമാണ് ഈ കുഞ്ഞിൻ്റെ അസുഖം മാറത്തുള്ളൂ എന്ന് പറയുന്നത് കേട്ടോ. ഈശ്വര, ഇതിന് മറ്റുള്ളവർ അനുവദിക്കില്ല എന്നുള്ളത് ഉറപ്പാണ് എന്ന് മനസ്സിലാക്കുകയാണ് യതീന്ദ്രൻ. അങ്ങനെ വേറെന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ വേറെ പ്രത്യേകിച്ച് ഒരു പ്രതിവിധി എൻ്റെ മുന്നിൽ കാണുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇറങ്ങുന്നു, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ആ കുട്ടിയെ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ രക്ഷിച്ചോളൂ എന്നും പറഞ്ഞു പോവുകയാണ് കേട്ടോ. അങ്ങനെ ഈ സ്വാമിജി അവിടെ നിന്നും ഇറങ്ങിപ്പോവാണ്. എന്നാൽ ഈ സമയം സൂര്യ അങ്ങോട്ടേക്ക് കടന്നു വരികയാണ്. അപ്പോൾ ആരതി ഒരു സൈഡിലൂടെ വരുന്നുണ്ട് കേട്ടോ. സൂര്യ, ഞാനൊരു കാര്യം പറയട്ടെ, സ്വാമിജി ഇവിടെ പറഞ്ഞിരിക്കുന്ന നന്ദിനിയുടെ അസുഖം മാറാൻ കുറച്ച് കടുത്ത പ്രയോഗമാണ്. എന്താ വെച്ചാൽ എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം. അത് അമ്പലനടയിൽ ഇരുന്ന് ഭിക്ഷ യാചിച്ച ആ പണം കൊണ്ട് 13 പേർക്ക് ഭക്ഷണം കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ വെച്ചാൽ അത് ചെയ്യാൻ എനിക്ക് യാതൊരുവിധ മടിയില്ല. അപ്പോൾ ആതിര അത് കേട്ട് വരികയാണ്. എന്താ ഏട്ടാ ഈ പറയുന്നത്? ഏട്ടനെ പോലെയുള്ള ഒരു വലിയ വ്യക്തി അമ്പലനടയിൽ നിന്ന് ഭിക്ഷ യാചിക്കുക, അത് എത്ര കടുത്ത പ്രയോഗമായി പോയി. ഈശ്വര, ഇതൊക്കെ വരുത്തി വെച്ചതല്ലേ, ഇതൊക്കെ മറ്റുള്ളവർ വരുത്തി വെച്ച ആ ഒരു ഇത് എൻ്റെ ഏട്ടനും കൂടി സഹിക്കണമല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ പറയണ സൂര്യ, അതൊന്നും ഒരു വിഷയമേ അല്ല. എനിക്കെൻ്റെ നന്ദിനിയുടെ അസുഖമാണ് ജീവിതത്തിൽ ഏറ്റവും വലുത്. നന്ദിനിയുടെ അസുഖം മാറണം, അതിന് ഭിക്ഷയെങ്കിൽ ഭിക്ഷ, ആ ഭിക്ഷ യാചിക്കാൻ ഞാൻ തയ്യാറാണ്. എന്നാലും ഏട്ടാ, ഇല്ല, ഇനി ആരതി, നീ മറുത്തൊരു മറുപടി വേണ്ട. അപ്പോൾ യതീന്ദ്രൻ പറയണേ, മോനെ, നിൻ്റെ മനസ്സിൽ എന്താണ് തോന്നുന്നത് അത് നീ ചെയ്യും, പാവം കൊച്ചാണ് അവളെ എന്ന് പറയുമ്പോൾ, തീർച്ചയായും അച്ഛൻ, നന്ദിനിയെ രക്ഷിക്കേണ്ടത് എൻ്റെയും കൂടി ഉത്തരവാദിത്തമാണ്. കാരണം ഈ വീട്ടിലുള്ളവർ ചെയ്ത പാപത്തിൻ്റെ ശിക്ഷയാണല്ലോ ഇപ്പോൾ നന്ദിനി അനുഭവിക്കുന്നത്, അതുകൊണ്ട് തന്നെ അത് മാറ്റിയെടുക്കൽ നമ്മുടെയും കൂടി ലക്ഷ്യമാണ്. തീർച്ചയായും മകനെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ യതീന്ദ്രൻ്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഉടൻ തന്നെ സൂര്യക്ക് ഒരു കരുത്തൊക്കെ ആവുകയാണ് കേട്ടോ. എന്നാൽ തൻ്റെ കണക്കുകൂട്ടലുകൾ എല്ലാം പിഴച്ച പത്മ ദൂഷ്യത്തോട് കലിപൂണ്ട് നിൽക്കണം കേട്ടോ. തൻ്റെ ഭർത്താവ് തന്നെ അടിക്കാൻ വരെ കയ്യോങ്ങിയിരിക്കുന്നു എന്ന ആ ഒരു സത്യമാണ്. ഇതേ സമയം സുദേവനാണെങ്കിലോ തൻ്റെ മകളെ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പൊന്നു മോളെ, കണ്ണു തുറക്ക്, എൻ്റെ മോളും മിണ്ടുന്നില്ല യതീന്ദ്രൻ സാർ, എൻ്റെ മോൾ മിണ്ടുന്നില്ല. വലിയ സാറേ, ഞാൻ ഇനി എന്താ ചെയ്യുക? എൻ്റെ കുഞ്ഞിനെ എന്തിനാ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? എത്ര
എത്ര വെച്ച് എൻ്റെ കുഞ്ഞിനെ പരീക്ഷിക്കുന്നത്? എൻ്റെ മോൾ ആർക്കും ഒരു പാപവും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും ഇങ്ങനെ യതീന്ദ്രൻ്റെ മുന്നിൽ വെച്ച് സുദേവൻ കരയുമ്പോൾ ഉടൻ തന്നെ യതീന്ദ്രൻ പറയുന്നുണ്ട്, എല്ലാം ശരിയാവും, ക്ഷമിക്കൂ, എല്ലാം ശരിയാവും എന്ന് പറയുന്നിട്ടോ. പിന്നീടാണെങ്കിലോ അമ്പലത്തിലോട്ട് പോകുന്ന സൂര്യയെയും വിവേകിനെയാണ് കാണിക്കുന്നത്. അവർ രണ്ടാളും അമ്പലത്തിലെത്തിയിരിക്കുകയാണ്. അങ്ങനെ വിവേക് പറയുന്നത്, സൂര്യ, ഇത് കുറച്ച് കടുത്ത പ്രയോഗമാണ് നീ ചെയ്യുന്നത്. ഇത് നമുക്ക് വേണ്ട സൂര്യ. കാരണം നിൻ്റെ അന്തസ്സ്, നിൻ്റെ സ്റ്റാറ്റസ് അതൊക്കെ നീ നോക്ക്. നിന്നെ പോലെയുള്ള ഒരാൾ ഭിക്ഷ അടിച്ച് ഇവിടെ ഇങ്ങനെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അയ്യോ എനിക്ക് ആലോചിക്കാനേ വയ്യ. അത് കേട്ട ഉടൻ തന്നെ എന്താ ഈ പറയുന്നത്? എൻ്റെ നന്ദിനിയെ രക്ഷിക്കുക എന്ന്, എൻ്റെ പെങ്ങളുട്ടിയെ രക്ഷിക്കണം. പക്ഷേ ഇത് കുറച്ച് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം തൻ്റെ ആ വേഷമൊക്കെ മാറ്റി താൻ ഒരു കീറിപ്പൊഴിഞ്ഞ വെള്ള വസ്ത്രമൊക്കെ ഇടുകയാണ് കേട്ടോ. എന്നിട്ട് തൻ്റെ കയ്യിലുള്ള ആ വളയും മാലയൊക്കെ ഊരി വെച്ചതിന് ശേഷം താൻ ആ അമ്പലനടയിൽ വെച്ച് തന്നെ ഒരു കുടം വെള്ളം തൻ്റെ തലയിലൂടെ ഒഴിച്ച് ഇതൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ വിവേകിൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ തുള്ളികൾ നിറഞ്ഞൊഴുകുകയാണ് കേട്ടോ. സൂര്യ ഭിക്ഷയാചിക്കാൻ പോകുന്ന ആ രംഗം ആലോചിച്ച് തൻ്റെ മനസ്സ് പിടപെടാക്കുകയാണ് കേട്ടോ. പിന്നീട് ദൈവത്തിൻ്റെ മുന്നിൽ കൈകൂപ്പി, ദേവി, എൻ്റെ നന്ദിനിക്ക് വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്, ഭിക്ഷയാചിക്കുന്നത്. എനിക്കിതിൽ നിന്നും എന്തെങ്കിലും ഒരു പണം കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും എൻ്റെ നന്ദിനിക്ക് അസുഖം മാറുമെങ്കിൽ അത് മാറട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴും വിവേക് പറയണേ, വേണു സൂര്യ, ഇത് ചെയ്യണം സൂര്യ, നീ ഒന്നും മിണ്ടാതെ നിൽക്കേ, ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു തീരുമാനം എടുത്തു, അതിൽ നിന്ന് ഒരിക്കലും ഞാൻ പിന്നോട്ട് വെക്കില്ല എന്ന് പറയണേ. ഇതേ സമയം ഭിക്ഷയാചിക്കുന്ന ആ ഒരുപാട് പേര് ആ അമ്പലനടയിലെ ആ പടികളിൽ ഇരിക്കുന്നുണ്ടാവട്ടെ. ഓരോരുത്തരും അമ്മയെ വല്ലതും തരണേ, അമ്മയെ വല്ലതും തരണേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, നിങ്ങൾക്കൊന്നും നല്ല വേറൊരു പണിയില്ലേ, നല്ല തടിമെടുക്കുണ്ടല്ലോ, നിങ്ങൾ പോയിട്ട് ഒന്ന് അധ്വാനിച്ചത് കൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിലൊരാൾ പറയാം, പോതല്ലേ, ഞങ്ങൾക്ക് അധ്വാനിക്കാൻ കഴിവുണ്ടെങ്കിൽ ഞങ്ങൾ അധ്വാനിക്കുമല്ലോ, നിങ്ങൾ ഞങ്ങളെ ചോദ്യം ചെയ്യുക ആരെന്ന് പറയുമ്പോൾ അവരങ്ങ് പോകുന്നു കേട്ടോ. പിന്നീട് ഇവർക്കിടയിലോട്ട് സൂര്യ ഇരിക്കാൻ വരികയാണ്. നിങ്ങളെന്താ ഇവിടെ? മുമ്പ് ഞങ്ങൾക്ക് പണം തന്നിരുന്ന ആളാണല്ലോ സാറേ, ഞങ്ങൾക്ക് പണം തായോ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. സൂര്യയാണെങ്കിൽ അവർക്ക് ഒരുപാട് പണം കൊടുത്തിരുന്നതാണല്ലോ. അപ്പോൾ സൂര്യയെ കാണുമ്പോൾ അവർക്ക് പറയാൻ വാക്കുകളില്ല. അത്രയും സന്തോഷത്തോടു കൂടി തോന്നത്തായ സാറേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സൂര്യ പറയാണ്, അതെ, നിങ്ങൾക്കിടയിൽ ഞാൻ എവിടെയാണ് ഇരിക്കേണ്ടത്? സൂര്യയെ അത് പറഞ്ഞു കൊടുത്ത് അതിലൊരാൾ പറയുന്നത്, എന്താ ക്യാമറ 4 പുറം വെച്ചിട്ടുണ്ടോ? ഞങ്ങളെ കളിയാക്കുകയാണോ? അല്ല, എനിക്കിവിടെ ഇരിക്കണം. അതെന്തിനാ സാറേ? സാർ ഇവിടെ ഇരിക്കുന്നത് എനിക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞില്ലേ? എനിക്ക് ഇങ്ങനെയൊന്ന് ചെയ്യണം. അത് കേട്ടോടുന്നില്ല. സാറ് ഞങ്ങളെ കഞ്ഞുടി മുട്ടിക്കുകയാണോ? അല്ല, എനിക്കിത് ചെയ്യണം എന്ന് പറയുമ്പോൾ, എന്നാൽ സാർ ഇവിടെ ഇരിക്കേ എന്ന് പറഞ്ഞിട്ട് ഇരുത്തുന്നുണ്ട് കേട്ടോ. അപ്പുറത്താണെങ്കിലോ വിവേക് ഇരിക്കുന്നുണ്ട്. സാറേ, ഞങ്ങളെ പോലെയുള്ള പാവങ്ങളുടെ അന്നം മുട്ടിക്കാൻ സാർ എന്തിനാ വന്നിരിക്കുന്നത്? സാറിനെ കണ്ടാൽ തന്നെ ആരും തന്നെ പണം തരത്തില്ല. അപ്പോഴേക്കും അമ്മയെ എനിക്കെന്തെങ്കിലും തരണേ, അമ്മയെ എനിക്കെന്തെങ്കിലും തരണേ. അത് കേട്ടോടെ തന്നെ മറ്റൊരു ഭിക്ഷാടകൻ പറയാണ്, അതെ, അങ്ങനെ ചോദിക്കല്ലേ, കുറച്ച് ദയനീയമായി ചോദിക്കണം. സൂര്യ ചോദിക്കുന്ന, ആൻറ്റി എനിക്കെന്തെങ്കിലും തരണേ എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ അമ്മേ എനിക്കെന്തെങ്കിലും തരണേ എന്ന് പറഞ്ഞ് കരഞ്ഞ് വിളിക്കണം, എങ്കിലാണ് അവർക്ക് ആ വിളിയിലൊരു ഇതുണ്ടാവുള്ളൂ. അപ്പോൾ മറ്റൊരുത്തൻ പറയണേ, അതെ, അങ്ങനെ കരഞ്ഞ് വിളിക്കണം. അതൊക്കെ കേൾക്കുന്ന വിവേകിന് എന്തോ മാതിരി കേട്ടോ. ആ ഭിക്ഷയ്ക്ക് ഇരിക്കുന്ന ആളുകളെല്ലാം സൂര്യ ഓരോന്ന് പറഞ്ഞ് ഉപദേശിക്കുന്നത് കേൾക്കുമ്പോൾ വല്ലാത്തൊരിത് തൻ്റെ മനസ്സിലൂടെ കയറി വരികയാണ് കേട്ടോ. അങ്ങനെ സൂര്യ അവരുടെ വാക്കുകൾ കേൾക്കുകയാണ്. എന്നിട്ട് സൂര്യയോട് അവർ പറയുന്നുണ്ട്, നിങ്ങളെ കണ്ട ആരും പണം തരില്ല, അത് നിങ്ങൾ നല്ല ഒരു അന്തസ്സുള്ള ഒരാളാണ്, നിങ്ങളെ കണ്ടാൽ ആർക്കും പണം തരാൻ കഴിയില്ല എന്നൊക്കെ പറയുമ്പോൾ സൂര്യ പറയണേ, എനിക്ക് പറ്റത്തില്ല, എനിക്ക് പണം കിട്ടിയേ പറ്റുള്ളൂ, എനിക്ക് ഭിക്ഷ യാചിക്കണം. അപ്പോഴാണ് അതിനെ ഒരു സ്ത്രീ കടന്നു പോകുന്നത്. അപ്പോഴേക്കും സൂര്യ, അമ്മയെ എനിക്കെന്തെങ്കിലും തരണേ. പക്ഷെ ആരും തന്നെ സൂര്യക്ക് കൊടുക്കുന്നില്ല. പിന്നീട് ഒരു പുരുഷൻ കടന്നു പോവുകയാണ്. അയാളോട് ചോദിക്കുമ്പോൾ അയാൾ പറയും, എടോ, തനിക്ക് എന്ത് കേടുണ്ടായിട്ടാണോ എടോ താൻ ഈ ഇമ്മറപ്പിടിയിൽ അമ്മയെ ഭിക്ഷയണേ എന്ന് പറഞ്ഞിരിക്കുന്നത്? തനിക്ക് നല്ലൊരു പണിക്ക് പോയിക്കൂടെ എന്ന് സൂര്യയോട് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ വിവേക് പറയണ, അതെ, ഇതാരാണെന്നറിയോ? ഈ ഇരിക്കുന്നത് ആരാണെന്നറിയോ? അപ്പോഴേക്കും സൂര്യ കണ്ണിട്ട് കാണിക്കാനും മിണ്ടാതിരിക്കും വിവേക്. അപ്പോൾ ഉടൻ തന്നെ, താൻ ആരോടോ? ഞാൻ ഇയാളുടെ അസിസ്റ്റൻറ്റും മാനേജറൊക്കെ ആയി ഇവിടെ വന്ന് ഭിക്ഷ യാചിക്കുകയാണല്ലേ, മനുഷ്യന്മാരെ പറ്റിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞിട്ട് അയാൾ ഒച്ചയെടുക്കുകയാണ് സൂര്യയുടെ നേർക്ക്. അപ്പോഴേക്കും ബാക്കിയുള്ള ഭിക്ഷാടകർ, അതെ, ഞങ്ങളിൽ ഒരുത്തനെ തൊട്ടാലുണ്ടല്ലോ താനിവിടുന്ന് നല്ല പോലെ എണീറ്റ് പോവില്ല, മര്യാദക്ക് പോകുന്നുണ്ടെങ്കിൽ പോടോ, തനിക്ക് ഭിക്ഷ തരാൻ പറ്റില്ലെങ്കിൽ താൻ തരണ്ടടോ, ഞങ്ങളെ ഒരുത്തനെ തൊടരുത് എന്ന് പറഞ്ഞിട്ട് സൂര്യയെ വഴക്ക് പറഞ്ഞ ആളെ വഴക്ക് പറയുന്നു കേട്ടോ. ഇതേ സമയം സൂര്യയെ ഓരോ ഭിക്ഷയ്ക്കിരിക്കുന്ന ആളുകൾ ഉപദേശിക്കുന്നത് കാണുമ്പോൾ വിവേകിന് പറ്റുന്നില്ല കേട്ടോ. വിവേക് പറയണേ, എൻ്റെ സൂര്യ സാറെ ഉപദേശിക്കാൻ നിൽക്കണ്ട. അപ്പോഴേക്കും സൂര്യ പറയണേ, വിവേക്
നീയൊന്നും മിണ്ടാതിരിക്കെ. അങ്ങനെ ഓരോ അമ്മ പോകുമ്പോഴും സൂര്യ വീണ്ടും വീണ്ടും ചോദിക്കുകയാണ്, അമ്മേ എനിക്കെന്തെങ്കിലും തരണേ, അമ്മേ എനിക്കെന്തെങ്കിലും തരണം. അപ്പോൾ മറ്റൊരുത്തൻ പറയണേ, അങ്ങനെ ചോദിക്കല്ലേ, കുറച്ചും കൂടി കരച്ചിലുണ്ടായിക്കോട്ടെ. അപ്പോൾ വേറൊരാൾ പോകുമ്പോൾ സൂര്യ വീണ്ടും ചോദിക്കുകയാണ്. പക്ഷെ ആരും കൊടുക്കുന്നില്ല. പക്ഷേ പിന്നീട് വരുന്ന ഒരു സ്ത്രീ, അമ്മേ വല്ലതും തരണേ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ചോദിക്കുമ്പോൾ അതിൽ എല്ലാവർക്കും പൈസ കൊടുക്കുന്നു കേട്ടോ. പക്ഷെ സൂര്യയെ സൂര്യക്ക് ആരും കൊടുക്കുന്നില്ല കേട്ടോ. അങ്ങനെ സൂര്യ താൻ ഇനി എന്ത് ചെയ്യുമെന്നുള്ള ആ ഒരു പ്രതിസന്ധിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ തൻ്റെ നന്ദിനിക്കാണെങ്കിലോ ഈ ഒരു ഭിക്ഷ എടുത്ത് ആ ഒരു പണം കൊണ്ട് വേണം 13 പേർക്കുള്ള ഭക്ഷണം കൊടുക്കണമെങ്കിൽ മാത്രമാണ് തൻ്റെ നന്ദിനിയുടെ അസുഖം മാറുള്ളൂ എന്നാലോചിച്ച് സൂര്യയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ തുള്ളികൾ നിറഞ്ഞൊഴുകുന്ന ആ ഒരു സീനൊക്കെയാണ് കേട്ടോ ഇനി വരുന്നത്.